അപ്പം നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നതുപോലെ തന്നെ PR ഇഷ്യൂ വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും എല്ലാം. എന്തൊക്കെ വന്നാലും ഈ PR എന്ന് പറയുന്ന കാര്യം വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം PR ഇല്ലാത്ത ആരും തന്നെ ബിഗ് ബോസിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇല്ല. ആൻഡ് ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് പല രീതിക്കിനായിരിക്കും ഇവരെല്ലാം പേയ്മെന്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഓരോരോ ഇതിൽ ഓരോ വർഷം കഴിയും തോറും അവർക്ക് കൊടുക്കുന്ന ഇതും വാല്യൂ വർത്തും ഒക്കെ ഒത്തിരിയേറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അതിൻ്റെ അകത്ത് അനുമോൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. ഈ PR എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഒരു വ്യക്തി PR വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾ അവിടെ ഇരുന്നു കൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, കള്ളവോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഇവർക്ക് കൂടുതലായിട്ടും ചെയ്ത് കൊടുക്കുന്നത് ഇവരെ എന്താ പറയുക, ഇവരെ ചൂട് ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിലപ്പോൾ ഇവരുടെ പഴയ വീഡിയോസിൽ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഇവർ നമ്മുടെ എപ്പിസോഡിൽ പലപ്പോഴും നമ്മുടെ ഈ വീഡിയോസ് വരുമല്ലോ, നമ്മുടെ ഈ എപ്പിസോഡ് വരുമ്പം ഇതിൻ്റെ അകത്ത് ചിലവർ നെഗറ്റീവായിട്ടും ചിലവർ പോസിറ്റീവായിട്ടും ആയിരിക്കും വരിക. പക്ഷേ ലൈവിൽ 24/7 കാണുന്നവർക്കറിയാം അതിലൊത്തിരി ഡിഫറൻസസ് കാണും. ഇപ്പം ഞാൻ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് റെനയുടെ ഒക്കെ ഒരു കേസ് സെറ്റ് നടന്നത് നിങ്ങൾ ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് റെനയും ആരെയും നമ്മളെ കണ്ടു ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. അപ്പം അനുമോൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ എപ്പിസോഡിൽ വന്നപ്പം റെനേനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഇപ്പുറത്ത് ഒരാളെന്ന് വഴക്കുണ്ടാക്കുന്നതും അനുമോളിൽ നിന്ന് കരയുന്നതും. ഒബ്വിയസ്ലി കാണുന്നവർ എന്താ വിചാരിക്കും, അവർ രണ്ടുപേരും തമ്മിലായിരിക്കും വഴക്ക് എന്ന് നമ്മൾ വിചാരിക്കും. ആ രീതിക്കിനൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് നമ്മുടെ ബിഗ് ബോസിൽ എപ്പിസോഡ് റിവ്യൂ കാണിക്കും. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ PR വർക്കേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 24/7 കുത്തിയിരുന്ന് കാണും. കണ്ടിട്ട് എന്ത് ചെയ്യും, ഇവരുടെ പോസിറ്റീവായിട്ട് വെച്ചാൽ ഇവർക്ക് പോസിറ്റീവായിട്ടുള്ളത് ഇവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്തുണ്ടാവും, അവരോടൊരു ഇഷ്ടം തോന്നും. അവരോടൊരു ഇഷ്ടം തോന്നിയിട്ട് അവർക്ക് വോട്ട്സ് കൊടുക്കും. ഇതൊക്കെയാണ് ഈ PR വർക്കേഴ്സ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം ആർക്കൊക്കെ PR ഉണ്ട് ആർക്കൊക്കെ PR ഇല്ല എന്നുണ്ട്, ഒരു 95% എല്ലാവർക്കും തന്നെ നല്ല PR ഉണ്ട്. ഈവൻ നമ്മുടെ കോമണർ ആയിട്ട് കയറിയ അനീഷിന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് PR ഉണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഇത്രയും സേഫായിട്ട് വെച്ച് ഗെയിം നല്ലതാണ് സംഭവിച്ചു എന്നാൽ പോലും എന്തിരുന്നാലും നല്ല അടിപൊളിയായിട്ട് അവർക്കൊക്കെ PR ഉണ്ട്. PR വർക്ക് നടക്കുന്നുണ്ട്. PR വർക്ക് ഇല്ലാതെ അധികം ഒരു ടൈം കഴിയുമ്പോൾ അവർക്ക് PR നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ശരിക്കും ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ബിന്നി പറയുന്ന ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ലിസൺ ചെയ്യാം. അനുമോൾ തന്നെയാണ് കേട്ടത്, ഞാൻ കളഞ്ഞു. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത്. അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവൾക്ക് PR ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു. എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു. പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം. എന്നിട്ട് അത് വെച്ചിട്ട് പോയി കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത്. മൈക്കൊക്കെ മാറ്റി പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിനക്ക് നിഷേധിക്കാം, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേട്ട കാര്യം പറയുന്നു എന്നല്ല, നിന്റെ വായിന്ന് കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ പറയൂ. അതെ, നിനക്ക് PR ഉണ്ട്. എത്ര ലക്ഷം അതൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത്. പറയണോ? പറഞ്ഞോളൂ. 16 എത്രയോ ആണ് പറഞ്ഞത്. 16 എത്രയാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ കേട്ടതുപോലെ ബിന്നിക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആർക്ക് വോട്ടിംഗ് ഉണ്ട്, ആരുടെ PR ആണ് സ്ട്രോങ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ബിന്നിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് 1 വീക്ക് ബിന്നിയുടെ ഹസ്ബൻഡ് അതായത് ന്യൂബിൻ എന്താണെങ്കിലും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ പുള്ളിക്കാരിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് പുള്ളിക്കാരി ഒരേറെ അറിഞ്ഞാണ്. എന്നാണെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് ഒരു 8ന്റെ പണി തന്നെയാണ് നമ്മുടെ ഹൗസ് മേറ്റ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ PR ടോക്ക് വന്നതും ഇങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും PR വർക്ക് ഇല്ലാത്ത ആൾക്കാർ ഇല്ല.
നമുക്കത് തറപ്പിച്ച് അടിവരയിട്ട് പറയാം. PR വർക്ക്സ് എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന ഈ കുറ്റം പറഞ്ഞ് ഭിന്നിക്ക സഹിതം അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട്. കാരണം ഇന്ന കണ്ടസ്റ്റൻസ്, കാരണം അനുമോളുടെ കാര്യത്തിലുള്ള സത്യമാണ്, അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു PR ഉണ്ട്. അതായത് നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പടിച്ചത്, കപ്പ് വാങ്ങിച്ചു കൊടുത്ത ഒരു വിനു വിജയനാണ് നമ്മുടെ അനുമോളുടെ PR. ഒബ്വിയസ്ലി ഈ പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഓൾറെഡി അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ അറിയാം ആർക്ക് ആരൊക്കെ PR ആണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ PR വർക്ക്സിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവർക്കെല്ലാവർക്കും ഉറപ്പായിട്ടും നല്ല രീതിയിൽ അറിയാം. വേറൊന്നും കൊണ്ടല്ല, കാരണം ഓൾറെഡി മിക്കവരും ഈ കൊടുത്തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ PR വർക്ക്സ് ചെയ്യുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പലരും പറഞ്ഞിട്ട് കാണും ഇന്ന ആളെനിക്ക് PR വർക്കിന് തന്നിട്ടുണ്ട് എന്നുള്ളത്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അത്യാവശ്യം ഇവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആർക്കാർക്ക് ആണ് ആർക്കൊക്കെ PR കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പം ബിന്നിക്ക് ഹസ്ബൻഡ് ഉള്ളിൽ കയറിയ ടൈമിൽ ബാക്കി പുറത്തുനിന്ന് അത്യാവശ്യം അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ഉറപ്പായി അനുമോൾക്കാണ് സപ്പോർട്ട് കൂടുതൽ, അല്ലെങ്കിൽ PR വർക്ക് കൂടുതൽ എന്നുള്ളത്. ഈ PR വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത്, ഇവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അതുപോലെ അവർ ഫുള്ളായിട്ട് ഇത് ചെയ്ത് ഇരുന്ന് കണ്ട് അവരൊരു റിവ്യൂ ഇട്ട് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് ഇവർക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്നു. അതാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ നല്ല വശം കാണിച്ച് ഇവർക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്നു. അതാണ് സ്വാഭാവികമായിട്ടും ഇവർ ഇരുന്ന് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറവ് PR വർക്കേഴ്സ്, PR വർക്കേഴ്സ് അത്ര ആക്റ്റീവായിട്ട് അല്ലാത്തത് പോലെ തോന്നുന്നത് നെവിനാണ്. നെവിൻ്റെ PR വർക്കേഴ്സ് അത്രയ്ക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള PR വർക്കറല്ല. ഉറപ്പായിട്ടും മിക്കവാറും ഈ വീക്കെൻഡിൽ അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡിൽ ഉറപ്പായിട്ടും നെവിനൊക്കെ ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ സാബുമാനൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇച്ചിരൂടെ സ്ട്രോങ് ആയിട്ട് മുമ്പിലേക്ക് നിന്ന് ആളുകളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത് സാബുമാനെ മുമ്പിലോട്ട് കയറ്റിക്കൊണ്ട് വന്നതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ സാബുമാൻ്റെ ആ ഇടയ്ക്കത്തെ ആ ഒരു എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇന്ന് സാബുമാൻ്റെ ഒരു ഗെയിമൊക്കെ നല്ല സ്ട്രാറ്റജി ആട്ടോ. അപ്പം അതൊക്കെ കണ്ട് ഒക്കെ കിട്ടുന്ന വോട്ടാണ്. ഇടാനും അതും ഇതൊക്കെ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അതിനെ പറയുന്നതാണ് PR എന്ന് പറയുന്നത്. ചുമ്മാ ഒരാൾ വെറുതെ അതിന് വേണ്ടിയിട്ട് ഇരിക്കുമോ? പൈസ കൊടുക്കണ്ടേ? ഞാൻ ഇപ്പോഴും പറയണം, എനിക്ക് PR എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, PR ഉണ്ട്. കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് PR വേണ്ട. കാരണം അനുമോൾ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ വരെ എനിക്കുണ്ട്. അപ്പോൾ അവരുണ്ട്, പിന്നെ എനിക്ക് കുറേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് നിന്നൊരു വ്യക്തിയാണ്. അപ്പോഴാണ് കുറേ പേര് പറഞ്ഞ് പറ്റത്തില്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും PR ഉണ്ട്. ലാസ്റ്റ് നിമിഷത്തിൽ PR ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും, അതുകൊണ്ട് ഒരാളെ വെച്ചേക്ക്, ആവശ്യം വന്നു കഴിഞ്ഞാൽ PR വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓക്കെ ശരി, അതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിസ്സിൽ പറഞ്ഞു വേണം, വെച്ചേക്ക്, ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, എങ്ങനെയാണ് ഞാൻ എപ്പോഴും PR ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ആർക്ക് PR ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അക്ബറിനുണ്ട്, ബിന്നിക്കുണ്ട്, ആര്യനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ കേട്ടല്ലോ, അനുമോൾ പറയുന്നുണ്ട് എനിക്ക് PR ഉണ്ട്, ഇങ്ങനെ ഉള്ള സംഭവമാണ്. കാരണം അതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും തന്നെ നല്ല രീതിക്ക് PR ഉണ്ട്, PR ഇല്ലാത്ത ആരുമില്ല. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം അതിൻ്റെ അകത്ത് PR ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള 2-3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാബുമാൻ എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് PR ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാബുമാനെ ഒത്തിരിയേറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സാബുമാൻ ഏറ്റവും താഴത്തെ ലെവലിൽ ചെന്നാലും സാബുമാനെ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, അത് ശരി ടൈറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബാക്കി കിടക്കുന്ന ആൾക്കാരെ കയറ്റി
മുമ്പിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ ലാസ്റ്റാക്കി എവിക്റ്റാക്കി വിടുക. ആ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്നുള്ളത് കൊണ്ടാണ് സാബുമാൻ കുറേയൊക്കെ സേഫായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഇനിയിപ്പം വരാൻ പോകുന്നത് സാബുമാനെയും അനീഷിനെയും കോമണേഴ്സ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരാനുള്ള ഒരു ചാൻസസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ നെവിൻ ഒബ്വിയസ്ലി വലിയൊരു PR വർക്കില്ല. കാരണം നെവിനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു സപ്പോർട്ടേ ഉള്ളൂ. അതുപോലെ ആദില നൂറ വലിയ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പല ഇൻ്റർവ്യൂസും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ചുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നല്ലാതെ വലിയധികം ഒരു കാര്യമില്ല. പിന്നെ പറഞ്ഞു വന്നാൽ ആര്യനും അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആര്യനും വലിയൊരു ഇത് തോന്നുന്നില്ല. ആര്യൻ്റെ അത്രയും ഒരു ഹൈപ്പിലൊന്നും ആര്യൻ കയറി വരുന്നില്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. അതുപോലെ പിന്നെ നല്ല PR ഉള്ളതിൽ ഒരാളാണ് അനുമോളുടെ വോട്ടിങ്ങും കാര്യങ്ങളും അനുമോളുടെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അനുമോൾ എന്നിരുന്നാലും ഇത്രയും പൈസ കൊടുത്തിട്ട് അനുമോള് PR ചെയ്യേണ്ടതുണ്ടോ. കാരണം ഓൾറെഡി അനുമോൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. കാരണം അനുമോൾക്ക് ആ സീരിയലിലൂടെയും സ്റ്റാർ മാജിക് എന്ന ഒരു ഷോയിലൂടെയും അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉണ്ട്. അതുപോലെ നല്ലൊരു ഫെയിം ഉണ്ട്. അത് തന്നെ ഒരു പരിധി കൂടുതൽ അനുമോൾക്ക് വോട്ട് കിട്ടാൻ അനുമോളെ ഒത്തിരി സഹായിക്കും. പിന്നെ അതിൻ്റെ PR വർക്കും കൂടെ ആകുമ്പോഴത്തേനും ഡബിൾ ഇരട്ടിയാവാൻ വേറെ ഒരു കാര്യവും വേണ്ട. അതുപോലെ ലക്ഷ്മിക്ക് ഉറപ്പായിട്ടുണ്ട്. കാരണം ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞാൽ ലക്ഷ്മി എന്നിപ്പോൾ അവർ പറഞ്ഞതുപോലെ ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു PR വർക്കില്ല. ലക്ഷ്മിക്ക് ഇത്രയും നിന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഉറപ്പാണ്. ലക്ഷ്മിക്ക് നല്ല രീതിയിലൊരു PR വർക്കുണ്ട്. അതുപോലെ അക്ബറിന് ഉറപ്പായിട്ടും ഉണ്ട്. അക്ബറിന് നല്ല രീതിയിൽ PR വർക്ക്സ് ഉണ്ട്. ചിന്ത എന്ന ഗ്രൂപ്പ് അങ്ങനെ ഒരു ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടു. അപ്പം അക്ബറിനും അത്യാവശ്യം നല്ല രീതിയിൽ PR വർക്ക്സ് ഉണ്ട്. അതുപോലെ ഷാനവാസിനൊക്കെ ഉറപ്പായിട്ടും ഉണ്ട്. PR വർക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ ഷാനവാസിന് അത്രയും സ്ട്രോങ് ആയിട്ടൊരു PR വർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പം ഒരു ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് ഷാനവാസിന് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. പിന്നെ അനീഷ് കോമണറായിട്ട് വന്നിട്ട് ഇത്രയും നല്ല സപ്പോർട്ടീവായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഉയർന്നു പോകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഗെയിമുണ്ട്, കാര്യമുണ്ട്, സംഭവിച്ചു. പക്ഷെ നല്ല രീതിക്ക് അനീഷിന് PR വർക്കും നടക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. ബിന്നിക്കും ഉറപ്പായിട്ട് PR വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് ചരട് വലിക്കുന്നുണ്ട് നൂബിനാണ്. ബിന്നിയുടെ ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ബിന്നിക്ക് PR വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ എല്ലാവർക്കും തന്നെ ഈ PR എന്ന് പറയുന്നത് വലിയ തെറ്റും ഒന്നുമല്ല. കാരണം ഇവർ എന്താ വെച്ചാൽ ഇവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക. അതായത് ഇവരുടേത് പുറത്തേക്ക് എത്താത്ത കാര്യങ്ങൾ, ഇവരുടെ നെഗറ്റീവ്സിനെ അവർ പോസിറ്റീവാക്കി വിടുന്നു. അതാണ് ഈ PR വർക്കേഴ്സ് ചെയ്യുന്നത്. അപ്പം അത് കണ്ട് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ആപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ 24/7 നല്ല രീതിക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ട് വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് വോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട്. അതായത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ വോട്ടിങ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻറ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻറ്റ് കപ്പടിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ഇങ്ങനെ ഈ വരുന്ന ഷോർട്സും ക്ലിപ്സും ഇതും എല്ലാം കൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പം ഒബ്വിയസ്ലി അതെന്താണ്, അതൊരു PR വർക്കാണ്. അപ്പം ആ PR വർക്കിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇവർ കയറി വരും. അതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ PR വർക്ക് എന്ന് പറയുന്നത്.